Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നിലിത് കയ്യിൽ നിന്ന് പോവും അല്ലെങ്കിൽ കിട്ടും എന്ന് പറയുന്ന പ്രോസസ്സിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ ഈ രാത്രി പകൽ ഉറക്കം ഒഴിക്കുക അതൊന്നും പ്രശ്നമല്ല. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് റോങ് ഓർ റൈറ്റ് ഓർ വട്ടെവർ. ടു ഹാൻഡിൽ പീപ്പിൾ ഇസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഷീ ഡസ് ദാറ്റ് ബ്യൂട്ടിഫുള്ളി. ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഞാൻ ഒരാളെയും എൻ്റെ നിർവ്വഹണയിൽ ഹയർ ചെയ്തിട്ടില്ല. സ്റ്റോറി ടെല്ലിംഗ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ വിച്ച് കെൻ ആക്ച്വലി stand tall against any technology. Every stage in your life you'll have to try and play bigger games. You'll have to take risk. You'll have to take chance. അല്ലാതെ നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. Just go, travel to a favorite place and come back. അല്ലെങ്കിൽ whatever you want to spend time with some friend and do that and come back and just let's refresh and sit and talk. വളരെ ചെറിയ കാര്യത്തിലൊക്കെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഈ ഒരു മാസം കഴിയുമ്പോൾ ഇതിലോട്ട് ആഡ് ഓൺ ചെയ്ത് വന്നിരിക്കുന്ന ഈഗോ ഷിഫ്റ്റ്, വെദർ ഇറ്റ്സ് യു ഓർ മീ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പ്രശ്നം മറന്നിട്ട് ഭയങ്കര കോംപ്ലക്സ്ഡ് ആയി പോകുന്ന അവസ്ഥകളിലാണ് വഷളാവുന്നത്. ഓരോ കുട്ടികളും വ്യത്യാസമാണ്, കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ വ്യത്യാസമാണ്, അതേപോലെ ഓരോ കുഞ്ഞും. അപ്പം അവരെ ഡീൽ ചെയ്യുന്നതിനൊന്നും ഒരു തിയറിയില്ല. ഇത്രയും സക്സസ് കണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു വർക്ക് പ്രൊഫൈലിൽ എവിടെയാണ് ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തോന്നിയത്? കാരണം വാട്ട് എവർ യു ഹവ് ടച്ച്ഡ്, ഇറ്റ്സ് ലൈക്ക് എ മിഡാസ് ടച്ച്, ഇഫ് ഐ മിസ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് സ്റ്റേസ് ദാറ്റ് വേ. എവിടെ ടച്ച് ചെയ്ത് ഇറ്റ്സ് വർക്ക്ഡ് ഔട്ട്. സോ വേർ ഡിഡ് യു ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ഇസ് സംതിങ് ഐ നീഡ് ടു ബ്രേക്ക് ഫ്രീ, അല്ലെങ്കിൽ ഇതൊരു ഐ നീഡ് ടു ലൈക്ക് പുഷ് മൈ സെൽഫ്, ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്, ദാറ്റ് സ്ട്രഗിൾ? അത് മിക്കവാറും ചില സമയത്ത് ഉണ്ടാവുന്നത്, എസ്പെഷ്യലി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പം അഡ്വർടൈസിങ്ങിൽ തന്നെ ഞാൻ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പം നോട്ട് 22 years as you said earlier, I think much more than that. I think I've spent more than 27 years now. 98 I think I started. Things will change. Technology will change, communication style will change, generation will change, your target audience, അവരുടെ ചിന്താഗതികൾ, അവരുടെ സമയം, അവരുടെ ഫോക്കസ്, everything will change. പക്ഷേ I think the constant thing is, I don't know whether it's a struggle. For me, the constant thing is still how can I reach them, okay? And every time I try to communicate, whether it's advertising or whatever that I do, a long format or a documentary, anything that I try to do, എന്നെ സംബന്ധിച്ച് യൂണിവേഴ്സൽ അപ്രോച്ച് ഉണ്ടായാൽ നന്നാകും. ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും, പക്ഷേ എന്നാൽ തന്നെയും ഒരു 10 വയസ്സുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു 90 വയസ്സുള്ള ഒരാൾക്കോ എന്തോ അയാൾക്ക് ഒരു ഇമ്പം തോന്നി എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് യു ഗോട്ട് ടു ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ബേസിക്സ് ടു കീപ് ഇറ്റ് സോ സിമ്പിൾ ഇൻ ടേംസ് ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് സ്റ്റോറീസ് ഓൾവേസ് വിൽ അട്രാക്ട് എനിബഡി. Storytelling is the most powerful tool which can actually, stand tall against any technology. You can make use of technology. ഒരിക്കലും ഈ പറയുന്ന ഇന്നിപ്പോൾ AI ഉണ്ട്, there are many things. Stories are yours. Stories are created by you. So you got to be capable to, enough to have the right support system to use technology, അല്ലെങ്കിൽ AI or whatever. Eventually, you're telling a powerful story. ആ സ്റ്റോറിയുടെ റീച്ചാണ് പ്രധാനം. അപ്പം ഇത് കടന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി അഡ്വർടൈസിങ്ങിൽ നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ഇവൻച്വലി ഡിസിഷൻ ഓക്കെ ഗോ എഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. ദാറ്റ് ബിലോങ്സ് ടു സംവൺ ഹൂ സ്പെൻഡ് ദാറ്റ് മണി, ഹൂ ആ ബ്രാൻഡിൻ്റെ ഓഫ് കോഴ്സ് ഈക്വലി ചാലഞ്ചിങ് ആണ് അവർക്കും. കാര്യം ആ ബ്രാൻഡ് ഫെയിൽ ചെയ്താൽ so it's difficult to have that conversation to convince someone. Fortunately for me, I had ശരിക്കും നല്ല സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ വോഡോഫോണിൻ്റെ, അവരൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. And they have to be creative too, അല്ലെങ്കിൽ അവർ understand it. Impossible. You got to, always, Piyush Pandey, in fact, very close. So always I learn one thing. Every stage in your life, you'll have to try and play bigger games. You'll have to take risk. You'll have to take chance. അല്ലാതെ നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല.
റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലാതെ നമുക്ക് സേഫ് സോണിൽ കളിച്ചാൽ യു വിൽ ബി ഓൾവേസ് ഇൻ ദാറ്റ് സെയിം സ്പേസ്. plateau, yeah. ഒരിക്കലും നമ്മൾ അതിൽ നിന്നൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല. ബിഗസ്റ്റ് റിസ്ക് വാസ് സൂസു. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പലതുമുണ്ട്, ഓ കുറേ പലതുണ്ട്. സൂസൂസ് ഇൻ ഫാക്ട് ഓഫ് കോഴ്സ് റിസ്ക് ഫോർ ദെം, for Ogilvy, who's the basic creator of this, and Harith and Kavita, who was heading Vodafone at that time. For them, it was very big risk. And as a filmmaker, for me, I have no clue what I'm going to do with this. പുട്ടും കടലൊക്കെ അതൊക്കെ പിന്നീടുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കണ്ടേ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഞാൻ 30 ദിവസം അവിടെ കേപ്പ് ടൗണിൽ വർക്ക് ചെയ്ത് എനിക്ക് ഇവിടുത്തെ ഭക്ഷണം മിസ് ചെയ്തതിൻ്റെ പേരിൽ അപ്പം ജിബറിഷ് ആണല്ലോ, ആ വോയിസ് പുറ്റുകല കപ്പമീൻ നമ്മൾ പറഞ്ഞങ്ങോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഐ ഗോട്ട് കോൾസ് ഫ്രം മലയാളം മലയാളം വാട്ട് ടു ഡു ഗോട്ട് സ്റ്റക്ക് ദെയർ ഫോർ എ മന്ത്. ഇനി ഞാൻ പറയണേ റിസ്ക് ഫോർ എവറിബഡി. ആ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി വി ഓൾസോ ഡിഡ്, വിച്ച് വാസ് സോ ഡിഫിക്കൾട്ട് ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം ദ ബ്രാൻഡ് ഇമേജ് വാസ് വെരി സ്വീറ്റ് ആൻഡ് ക്യൂട്ട്, വിച്ച് ഇസ് വാട്ട് ഡോഗും ബോയ്, അതാണ് ബ്രാൻഡ് ഇമേജ്. അപ്പം ആ സമയത്ത് നമ്മളൊരു ബ്രാൻഡിനെ ബ്രേക്ക് ചെയ്യണം. എപ്പോഴും ഒരു ബ്രാൻഡിന് ഒരു ഇമേജ് ഉണ്ടല്ലോ, വെൻ യു ബ്രേക്ക് ഇറ്റ് ക്യാൻ അതിൻ്റെ ധാരാളം തീർച്ചയായിട്ടും ഉണ്ടാവും. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങാനും വർക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ 30 ദിവസത്തെ ഷൂട്ടിന് ശേഷം ഐ സ്റ്റിൽ മാനേജ് ടു ഡു 5 films for with Dog and Boy there. Again 5 films. ഇതെങ്ങാനും വർക്ക് ചെയ്തില്ലെങ്കിൽ IPL സീസണിൽ നമ്മൾ എന്തെങ്കിലും ഇടണ്ടേ. And I did that. Dog എന്നൊക്കെ പറയുന്നത് ഈസി അല്ല ഒരു ഷൂട്ട് ചെയ്യാൻ. ടു ഷൂട്ട് ആൻ ആനിമൽ ഓർ എ കിഡ് ഇസ് നോട്ട് ഈസി, ഇറ്റ്സ് ഈക്വലി ഡിഫിക്കൽട്ട്. അത് ചെയ്യുക ഇതിൻ്റെ കൂടെ. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നിലിത് കയ്യിൽ നിന്ന് പോവും അല്ലെങ്കിൽ കിട്ടും എന്ന് പറയുന്ന പ്രോസസ്സിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ ഈ രാത്രി പകൽ ഉറക്കം ഒഴിക്കുക അതൊന്നും പ്രശ്നമല്ല. ഇപ്പം നേരത്തെ തന്നെ ചോദിച്ച പോലെ ഈ തുടരും എന്ന് പറയുന്ന സിറ്റുവേഷനിലുള്ള രാത്രിയുള്ള ഷൂട്ടുകളോ മഴയോ അവിടുത്തെ കാലാവസ്ഥയോ അവിടെയുള്ള കല്ലുകളോ മുള്ളുകളോ ഒന്നും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് ആ സമയത്ത്. പിന്നെ നമ്മുടെ മുമ്പിൽ നല്ല പനിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അണ്ണാ എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ എന്ന് ലാലേട്ടൻ പറയാം. ഇത് അപ്പോഴത്തേക്കും മഴ. ഒരു പ്രശ്നമില്ലാത്ത അഭിനയിക്കുന്ന ഒരാളുടെ മുമ്പ് നമുക്കൊക്കെ എന്ത് പ്രശ്നം, ഇത് 45 വർഷമായിട്ടൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറ്റണേ, ഒരു കൃപയും ഇല്ല. അപ്പം ഞാൻ പറയണത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ അത് ആ സമയത്ത്. പക്ഷേ ചില സമയത്ത് നമ്മൾ ആ പ്രോസസ്സിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പം ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, we are all essentially telling stories. You know, through our life even we are telling a story. Tomorrow we become a story. പക്ഷേ ഈ സ്റ്റോറി കേട്ട് വളർന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, which you did not mention. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലം വിൽ മേക്ക് യുവർ ക്യാരക്ടർ. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മുടെ ക്യാരക്ടറിൽ വരും. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവൻച്വലി ഐ എം എ സ്റ്റോറി ടെല്ലർ. ഞാൻ ഇപ്പം ചെറിയ 15 സെക്കൻഡ് ആണെങ്കിലും 60 സെക്കൻഡ് ആണെങ്കിലും ഇവൻച്വലി ഫോർ 2.5 hours വാട്ട് എവർ ഐ ലൈക്ക് ടു ബി ഇൻ ദാറ്റ് സ്പേസ്. സ്റ്റോറി ടെല്ലിങ് ഇസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ബേസിക്സ് ചിലപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ ആയിരിക്കും. എൻ്റെ മുത്തച്ഛൻ ഇൻഫാക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് ആ കഥ പറയുന്ന കഥയിൽ മാത്രമല്ല അതിൻ്റെ ഒരു പ്രെപ്പൊക്കെ ഭയങ്കര പ്രെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ ആണ്. അതൊക്കെ ഭയങ്കര ഇമേജറി. അതിൽ വൈകുന്നേരം ആകുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ കുറച്ച് കസിൻസൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് പല സമയത്തും പല കഥകളും എനിക്കപ്പോഴൊക്കെ അറിയാം ഉണ്ടാക്കിയാണ് പറയുന്നത്, പക്ഷെ ഭയങ്കര ഫ്ലോ ആണ്. അപ്പോൾ പറയും എനിക്ക് 1000 ചുരുട്ടി വെച്ച കഥകളുണ്ട്. അതൊന്നും വിഷ്വലി അല്ല പുള്ളി. അപ്പം നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണം, ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അതൊക്കെ പറയും. അപ്പം അതിൽ നിന്ന് ഞാനൊരു കഥ ഞാനിന്ന് പറഞ്ഞു തരാം. അതിൽ കുറുക്കനും തുമ്പിയും തമ്മിലുള്ള കുറുക്കനും തുമ്പിയും കഥയോ എന്ത് കഥയായിരിക്കും അങ്ങനെ ബിസാറായിട്ട് എന്തെങ്കിലും പറയും. ആനയും ഉറുമ്പും തമ്മിലുള്ള കഥ മനസ്സിലായി. ഞാൻ ആനയും ഉറുമ്പും പറയുന്നത് അതിന് പകരം ഇങ്ങനത്തെ സ്ട്രേഞ്ച് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം നമ്മൾ അതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം എടുത്തിട്ട് നമ്മൾ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി ഏത് കഥയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം കുരങ്ങനും ഈച്ചയും അത് അപ്പോൾ തുടങ്ങും. കുരങ്ങൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈച്ചയുടെ ബാക്ക്ഗ്രൗണ്ട്, ചില ബാക്ക്ഗ്രൗണ്ടൊക്കെ പോകും. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പുള്ളി കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ലൈവായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമുക്ക്
ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കും, പുള്ളി സ്റ്റക്കാകും. അപ്പോൾ കഴിഞ്ഞ ആ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ചിലപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എത്തിക്കും. അത് നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ആ കഥ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ചിലപ്പോൾ എൻഡിങ് ഒന്നും ഉണ്ടല്ല, ബാക്കി നാളെ പറയാനൊക്കെ കാര്യം തീർക്കാൻ പറ്റിയിട്ടില്ല, കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലൊക്കെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോകുന്ന പിന്നെ നാളെ എന്നൊക്കെ പറയും. ഇത് മിക്കവാറും ഇത് ചേർത്തലയാണ് മിക്കവാറും സംഭവിക്കുക. കുടുംബ വീട്ടിൽ വിഷു, ഓണം അങ്ങനത്തെ സമയത്തൊക്കെയാണ് ഞങ്ങൾ കസിൻസും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ മുത്തശ്ശൻ്റെ ഇങ്ങനത്തെ ചുരുട്ടി വെച്ച കഥകളിൽ ഒരെണ്ണം എടുത്ത് പറയുമ്പോൾ ഇങ്ങനത്തെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കഥകൾ, അപ്പം നമ്മളത് പുസ്തകത്തിൽ വായിച്ചതോ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള ആമ മുയൽ കഥയോ ഒന്നും അല്ല. ഇങ്ങനത്തെ സ്ട്രേഞ്ച് ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുവരും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവും. ഉരുളക്കിഴങ്ങും കൊതുകും, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ഉറുമ്പ്, എന്തൊക്കെയോ. അതായത് പുള്ളി അവിടെ നിന്ന് പോവും, എങ്ങനെ പോവും. അത് ഞാനിത് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആര്യൻ അർജുൻ എൻ്റെ മക്കൾ മായ എടുത്ത് ഞാൻ ഈ പറഞ്ഞ ചുരുട്ടൊന്നും അവർക്ക് വർക്ക് ചെയ്തില്ല. ഇങ്ങനെ ചുരുട്ടി വെക്കുമെന്നും അവർക്ക് പിടിയിട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന സ്ട്രേഞ്ച് ക്രീച്ചേഴ്സിനെയൊക്കെ വെച്ച് കഥകൾ, അതിൻ്റെ അകത്തൊക്കെ എൻ്റെ ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ ചെറുപ്പകാലത്ത് നടന്ന എൻ്റെ റിയലായിട്ടുള്ള, അതൊക്കെ ഈ ക്യാരക്ടറിലോട്ടൊക്കെ കയറ്റി ഞാൻ ഡെവലപ്പ് ചെയ്യും. പക്ഷേ വളരെ സ്മാർട്ടാണ് അവർ പല സമയത്ത് യു ആർ മേക്കിംഗ് നോട്ട് എ റിയൽ സ്റ്റോറി. അത് ഞാൻ അപ്പം ഈ 3 കുട്ടികളുടെ അടുത്ത് ഞാൻ കഥ പറയാറുണ്ട്. ഞാനത് മുത്തശ്ശനിൽ നിന്ന് വന്നതാണ് അതൊക്കെ. അപ്പം അതൊക്കെ എന്താ പറയുക, അത് എനിക്ക് തോന്നുന്നത് ഐ എം ഷുവർ ഈവൻ ദേ വിൽ ട്രൈ ഇഫ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടുമോറോ. ഡു യു ബിലീവ് ഇറ്റ്സ് ഓൾ ഇൻ ദ ജീൻസ്? കാരണം അപ്പൂപ്പൻ, അച്ഛൻ വരയ്ക്കുന്നു, മകൻ വരയ്ക്കുന്നു, കൊച്ചുമക്കൾ വരയ്ക്കുന്നു. അതെ, ഈ ജനറേഷനലി ഈ ആർട്ട് പോകുന്നുണ്ട്. അതെ, അത് ഒരു ജനറേഷനിൽ ഒരു പക്ഷേ അംഗീകരിച്ചില്ല. പക്ഷേ യു ഹവ് സീൻ ദാറ്റ് ഹാപ്പൻ. തീർച്ചയായിട്ടും സോ ബ്യൂട്ടിഫുൾ ടു വാച്ച് ഇറ്റ്. അബ്സല്യൂട്ട്ലി, സോ റൈറ്റ്. ഐ മീൻ ഇത് തീർച്ചയായിട്ടും ഇത് എവിടുന്നെങ്കിലുമൊക്കെ വന്ന് അതിങ്ങനെ പോകുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഫോഴ്സിനും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അകത്ത് സത്യം. ഇപ്പം ഇഫ് ഐ മെൻ ടു ബി ഹിയർ ആൻഡ് ഐ എം റൈറ്റ് നൗ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു യു, ഇറ്റ്സ് മെൻ ടു ബി. ഒന്നിനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഐ ഹാവ് ഡൺ ബിഫോർ, ഓർ ഞാൻ വന്ന വഴി, എൻ്റെ പാരമ്പര്യം, അതൊക്കെ ഇതിൽ ഇൻവോൾവാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഞാനിപ്പം എൻ്റെ ഓഫീസിലുള്ള ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും, അല്ലെങ്കിൽ ഈവൻ വെൻ ഐ ഗോ ഫോർ സെഷൻ സ്റ്റുഡൻസിനോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യൂ. ചിലപ്പോൾ അപ്പോഴായിരിക്കില്ല, റിസൾട്ട് ഇല്ല, ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് വരില്ല. നിങ്ങൾ പെരിഫറലായിട്ടൊന്ന് നമുക്ക് വീൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ഡെപ്ത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഇപ്പം ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യുന്ന സമയത്ത് ഐ നോ ദാറ്റ് യു ഹവ് ഗോൺ അതിൻ്റെ ഡെപ്തിൽ പോയി അതിനെപ്പറ്റി മനസ്സിലാക്കിയാലേ you can actually enjoy the process and you can really get into different things. പെരിഫറലായിട്ടൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്താൽ വളരെ ഡീപ്പായിട്ടൊരു ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ പ്രൈം എക്സാമ്പിൾ. ആൻഡ് ഐ പുട്ട് ഇൻ എഫേർട്ട് ഇൻ വാട്ട് എവർ ദാറ്റ് ഐ ഡു എനിത്തിങ്. ഞാൻ എപ്പോഴും ഞാൻ ഫസ്റ്റ് സ്നേഹമെടുത്തും എല്ലായിടത്തും പറയുന്നൊരു കാര്യം, എനിക്കൊരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കുറവ്. ആ കാര്യം ഇപ്പോൾ ടേബിൾ തുടക്കുകയാണെങ്കിൽ അത് വേറൊന്നും പിന്നെ എനിക്ക് പ്രശ്നമില്ല. അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് വെച്ച് അതെങ്ങനെ ഈ 2 ഗ്ലാസ് ഇവിടെ വെക്കാം എന്നുള്ളതിനായിരിക്കും എൻ്റെ മാക്സിമം ചിന്ത. അത് തീരാതെ ഞാൻ വേറെ എന്തെങ്കിലും പോയാൽ അതും പോവും, ഇതും പോവും. സോ അതിന് റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. യു ബിലീവ് ഇൻ ഡെസ്റ്റിനി അല്ലേ? വാസ് സ്നേഹ ചൂസിങ് ഹർ മെന്റ് ടു ബി? തീർച്ചയായിട്ടും ചൂസിങ് ഹെർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ജീവിതത്തിൽ. നമ്മൾ ചൂസ് ചെയ്യല്ലോ ഇതൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അറ്റ് വൺ പോയിന്റ് ഇൻ നോട്ട് ജസ്റ്റ് മീ, ഐ തിങ്ക് ഇറ്റ്സ് 2 people together taking a decision. Yes. ഇത് ഈ ഞാൻ നേരത്തെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതും ഒരു വളരെ വലിയൊരു ഫാക്ടറാണ്. ഐ തിങ്ക് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് പോസ്റ്റ് ദർ ഇസ് വൺ സ്റ്റേജ് വിത്ത് മൈ ബ്രദർ, റൈറ്റ്, ആൻഡ് ദെൻ യു ഗെറ്റ് ടു നോ എ ലോട്ട് ഓഫ് തിങ്സ്. ദെൻ പോസ്റ്റ് ദാറ്റ് ഇൻ ലൈഫ് ലോട്ട് ഓഫ് പീപ്പിൾ കം ഇൻ ടു യുവർ ലൈഫ്. ആൻഡ് ഐ സ്പോക്ക് അബൌട്ട് ഹരി, റൈറ്റ്. ഇപ്പം റീസെൻ്റ്ലി ഇൻഫാക്ട് ലാലേട്ടൻ, അല്ലെങ്കിൽ അതേപോലെ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള, ഞാൻ ആ ചേട്ടൻ്റെ ഫേസ് കഴിഞ്ഞ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്ന സമയത്തും ഓഫ് കോഴ്സ് സ്റ്റിൽ ഹി ഈസ്, ബട്ട് ദെൻ യു ആർ സ്പെൻഡിങ് മോർ ടൈം വിത്ത് സമ്മൺ. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു ശക്തി തന്നെയാണ്. ബിക്കോസ് സിമിലർ കൈൻഡ് ഓഫ്
എക്സ്ട്രീംലി കാം, സ്പിരിച്വൽ, അങ്ങനെ പതറാത്ത ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് സ്നേഹ. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയ സമയങ്ങളുണ്ട്. അന്നൊന്നും കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ചൊരു ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒബ്വിയസ്ലി ആ ഒരു സമയത്ത് നമ്മൾ വളരെ യങ്ങാണ്. സോ ആ സമയത്ത് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ. അപ്പോൾ അത് ഐ ഡിഡ്ന്റ് ഈവൻ ടോക്ക് ടു ഹർ, ഷീ ഡിഡ്ന്റ്. സെയിം ഓഫീസ്. അങ്ങനെ ഒരു വർഷം ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല ഓഫീസിൽ. She was in the marketing? She was actually ഒഗിൽവിയിലായിരുന്നു. ഫിലിം ഏജൻസിയിൽ ഫിലിം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. Then she moved to this production house as a filmmaker. Oh, So I was also there. you were also a filmmaker. No, at that time I was an assistant, and she came in as a filmmaker, and she did a couple of interesting films those days. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനോ ഒരു കാര്യത്തിന് എനിക്ക് തോന്നുന്നു പുനരുദ്ധിവാസം സിനിമയിൽ ഞാൻ സഹസംവിധായകനായിരുന്നു. അപ്പോൾ ആ സമയത്ത് നന്ദിതയ്ക്ക് ആക്ച്വലി 1, 2, 3 സാരികൾ വേണം. ആ സമയത്താണ് ഐ തിങ്ക് ഐ ഹാഡ് എ ഫസ്റ്റ് ഇനിഷ്യൽ interaction with her saying that will you be able to help me, and she said I understand your brief, but എനിക്ക് പേഴ്സണലായിട്ട് അമ്മ തന്നത് 3-4 സാരികളുണ്ട്. അത് കറക്റ്റായിരിക്കും സ്റ്റോറി കേട്ടിടത്തോളം. ടേക്ക് ഇറ്റ് ബട്ട് ബി വെരി കെയർഫുൾ, ഐ എം ഇമോഷണലി അറ്റാച്ച്ഡ്. ഐ സെഡ് നോ പ്രോബ്ലം, ദാറ്റ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആ സാരി എടുത്ത് പോയി ഷൂട്ടൊക്കെ ചെയ്തിട്ടന്ന് ആ ഓഫീസിൽ അപ്പോൾ ഷൂട്ട് പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അമ്മേനെ കാണാൻ ഞാൻ ആലപ്പുഴയിൽ വന്ന സ്ഥിതിക്ക് അവിടെ ഓഫീസിലുള്ള ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് സ്നേഹിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ തിരിച്ച് ചെന്നപ്പോഴത്തേക്കും സ്നേഹ ചോദിച്ചു ഈ സാരി എവിടെ എത്തിയിട്ടില്ല. അയാൾ അത് മിസ്പ്ലേസ് ചെയ്തു, ഈ 4 സാരി. അങ്ങനെ ഒരു വഴക്കിലാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അങ്ങനെ ഷീ സെഡ് ഹൗ ക്യാൻ യു ഡു ദിസ് എന്ന് ഞാൻ അത്ര ഇമോഷണലായിട്ട് പറഞ്ഞൊരു കാര്യം അവിടെയാണ് തുടങ്ങിയത്. പക്ഷെ ഞാൻ അതിനുശേഷം ഓഫ് കോഴ്സ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ അന്ന് വരെ ഞാൻ കാണാത്തൊരു എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഞാൻ ഈ പറഞ്ഞൊരു സ്പിരിച്വൽ സൈഡും പിന്നീട് ഇൻഫാക്ട് പേരൻസിനെ എനിക്ക് അമ്മ സ്നേഹയുടെ അമ്മയും എൻ്റെ കൂടെയാണ് ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്ക് മനസ്സിലായി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ്. ആ പേരൻറ്റിങ് വാസ് സംതിങ് എൽസ്, ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ബിൽറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഷീ തിങ്സ് ലൈക്ക് ദിസ്. ഭയങ്കര മെച്യോറിറ്റിയും മിക്കവാറും ഒക്കെ ജീവിതം എന്നെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കുകയും കണ്ടെന്ന് എനിക്ക് അന്നേ ബോധ്യമായി. അപ്പോൾ ഐ ഓൾവേസ് യൂസ് ടു ലുക്ക് അപ്പ് ടു ഹർ മെനി തിങ്സ്. ഈവൻ ടുഡേ ഷീ ഞാനിപ്പോഴും ഞാൻ ഈ പറഞ്ഞ എന്നിലൊരു കുഞ്ഞുണ്ട്, ഞാൻ വഴിതെറ്റിപ്പോകും, എന്നെ തിരിച്ചിടുന്നത് ഒക്കെ ഇപ്പം ചേട്ടൻ്റെ സ്ഥാനത്ത് ഇന്നിപ്പം സ്നേഹയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് സ്നേഹയ്ക്ക് 4 മക്കളാണ്. അതല്ല അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് വ്യക്തിയാണ്, ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ്, നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്, ആൻഡ് നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അതിൽ 2 പേര് ഇരട്ടകളാണ്. ഐ ആം ഓൾസോ മദർ ഓഫ് ട്വിൻസ്. ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജസ് ടു ഡു ഇറ്റ് ഓൾ. അബ്സല്യൂട്ട്ലി. എനിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയും സ്നേഹം എടുത്തല്ലെങ്കിലും ഞാൻ ബാക്കിയുള്ളവർക്ക് ചോദിക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് ഈ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചോദിക്കാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഷീ ഈസ് എൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ദർ ആർ സോ മെനി ലൈൻ പ്രൊഡ്യൂസേഴ്സ് അണ്ടർ ഹർ. വർക്ക് വൈസ് ദ ഓഫീസ് ഹസ് ടു റൺ. ഇറ്റ്സ് എ 24/7 ഓഫീസ്. സോ മെനി പ്രൊഡക്ഷൻസ് ഹാപ്പനിങ്. ഞാനല്ലാതെ വേറെ പാനൽ ഓഫ് ഡയറക്ടേഴ്സ്. ഒരു ഓഫീസ് നടത്തുമ്പം ഉണ്ടാവുന്ന വേറെ പ്രശ്നങ്ങൾ എനിക്കറിയാം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് റണ്ണിങ് എ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ലാതെ വെൻ യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എൻ ഓഫീസ്, അവരുടെ ഇമോഷണൽ സ്പേസ് ഉണ്ട്. People handling is the most difficult job. Absolutely. And I'm not saying it's wrong or right or whatever. To handle people is very difficult, and she does that beautifully. ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഞാൻ ഒരാളെയും എൻ്റെ നിർവ്വഹണയിൽ ഹയർ ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് പറ്റില്ല ഒന്നും. എവ്രിബഡി നിർവ്വഹണയിലുള്ള എല്ലാവരും, അതായത് ഫ്രം 2000 till now, or whoever's gone, made films, producers, directors, whatever, which are costume designers, some of them are doing so well. എല്ലാം സ്നേഹമായിരിക്കുന്നത് എനിക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പം I'll ask who is that. അപ്പോൾ she will figure out that this is your person, this person is good. I mean, she got to be your assistant, he got to be this one. എനിക്ക് പറ്റാത്ത അവിടം തൊട്ട് അത് പിന്നെ ഈ പറയുന്ന 4 കുട്ടികൾ, അതായത് 3 കുട്ടികളും ഞാനും, എസ്പെഷ്യലി ഇപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ധാരാളം വേറെ കാര്യങ്ങളും കൂടെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ലോട്ട് ഓഫ് അതർ തിങ്സ്.
എനിക്കറിയില്ല. ആൻഡ് ഹൗ ഷീ ആൻഡ് സ്റ്റിൽ അതേ ആള് അതിന് അത് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ചില സമയത്തൊക്കെ US ഞങ്ങൾ വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് വൺ ഇൻ എ ഡേ, ലൈക്ക് ഒരു ദിവസം ഞാൻ സ്നേഹയുടെ കൂടെ പോയി, മിനിമം ഒരു 4 സ്ഥലത്ത് വെച്ച ആൾക്കാർ ഒരു പരിചയമില്ലാതെ just want to talk to her. And then something they felt, and same thing, Zen like, and whatever. അത് കാണുമ്പം you will understand. And I felt that the in early stage, and she has not changed. അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്കാണല്ലോ യു ഹാഡ് യുവർ ട്വിൻസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു വെൻറ്റ് അഹെഡ് ആൻഡ് ഹാഡ് യുവർ ഡോട്ടർ as well. Was that a tough decision to take? തീർച്ചയായിട്ടും. So the thing is, in fact, അവിടെയാണല്ലോ ഈ ടഫ്നെസ് എന്ന് പറയുന്നത് for men. എന്ത് ടഫ്നെസ്? മെൻ കുറേ കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്താൽ പോരെ. എന്താണ് ടഫ്നെസ് എന്ന് പറയുന്നത്? എസ്പെഷ്യലി ഒരു പ്രഗ്നൻസി നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള ഇമോഷണൽ ഗ്രാഫുണ്ട്. അത് ഓരോ സ്റ്റേജിലും ഓരോ മാസത്തിലുമുണ്ട്. ഞങ്ങൾ കടന്നുപോയി. കാര്യം ട്വിൻസ് ഉണ്ടായി. മായ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. മായ ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല. 3 മാസം സ്നേഹ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അറിയുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഐ വാസ് ഡൂയിങ് സം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇൻ സിംഗപ്പൂർ ആൻഡ് ഷീ കോൾ മീ ആൻഡ് സെഡ് you know what, I'm pregnant. I said സീരിയസ്ലി 3 മാസം ആയിട്ട് അറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ 3 മാസത്തിനുള്ളിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ഡെൻറ്റലായിട്ടുള്ള അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജോഗിങ്ങിന് പോയിട്ടുണ്ട്, എന്തൊക്കെയോ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ 3 മാസത്തിൽ. I said, Sneha, how? And she said, yeah, so everything is okay. Still phone conversation. Our conversation, of course she knows I love kids. She also. And we had beautiful 2 children. Aryan and Arjun. അവർക്ക് 4 വയസ്സായി. അപ്പം അങ്ങനെ 4 വയസ്സായിട്ടുള്ളൂ? അതെ. ഓ മൈ ഗോഡ്. 3 വയസ്സായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് സ്നേഹനെ എനിക്കറിയാൻ കാര്യം ഒരു സ്ഥലത്തിരിക്കുന്ന ആളല്ല. 100,000 കാര്യങ്ങളിൽ കൈവയ്ക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഭയങ്കര ആക്റ്റീവായിട്ടൊരാളാണ്. ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ആൻഡ് ഓൾസോ ധാരാളം വായിക്കും. സോ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം. അങ്ങനെ ഒരാൾ ഇനിയും ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നതിനെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും ഒരു ചിന്താഗതി ഉണ്ടാകും. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്നേഹ എടുത്ത് ചോദിച്ചു, സ്നേഹ ആസ് യു നോ എനിക്ക് കുട്ടികൾ ഇഷ്ടമാണ്, വളരെ ദൈവം അനുഗ്രഹിച്ച് തരുന്ന കാര്യങ്ങളാണിത്. പക്ഷേ ഇറ്റ് ഈസ് ഓൾ യുവർ ഡിസിഷൻ. യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇറ്റ് ഈസ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ്. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു റിഗ്രറ്റും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഞാൻ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായവും പറയില്ല. വാട്ട് എവർ യുവർ ഡിസിഷൻ ഈസ് ആർ ഡിസിഷൻ. You take a call. She said, let me just think about it for 2 days. And she called me back and said, let's go ahead with this. അങ്ങനെയാണ് മായ. അതുകൊണ്ടാണ് മായ. And daughter, and she is also into all of them. ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയ ഇമോഷനൊക്കെ എനിക്ക് മായയിൽ എപ്പോഴും കാണാം. എന്തുകൊണ്ടോ ഞാൻ അവളെ നോക്കുമ്പോൾ ഞങ്ങൾ ഈ കോൺവെർസേഷനൊക്കെ എനിക്ക് കാണാം അവളെ. ആൻഡ് ഷീ ഈസ് ലൈക്ക് പ്രോ. ഈ പറഞ്ഞ നേരത്തെ മുത്തച്ഛനിൽ നിന്നോ അച്ഛനിൽ നിന്നോ എവിടെ നിന്നൊക്കെ ഷീ ഈസ് റിയലി അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. സാധാരണ ഒരു കപ്പിളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഒരു വീടും കുടുംബവും കുട്ടികളും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ 2 പേരും ഒരു കമ്പനി തന്നെ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ആസ് ഇറ്റ് ഇസ് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു കം ഹോം to this situation at home with twins and a 3rd daughter. So how do you manage conflicts? ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാറില്ലേ? ആൻഡ് ഇഫ് ഇറ്റ് ഹാപ്പൻസ്, ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? അത് നിങ്ങൾ തോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടോ അത് അറ്റ് എനി പോയിന്റ്? നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം നമ്മളിങ്ങനെ അനുഭവിച്ചിങ്ങനെ മുമ്പോട്ട് പോവല്ലേ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മളെ ഇനി ഒരു സിറ്റുവേഷൻ വന്നാൽ നേരത്തെ നടന്നതിനെക്കാട്ടിലും കറക്റ്റ് ചെയ്ത് പോകാനല്ലേ പറ്റുള്ളൂ. ഇപ്പം ദാമ്പത്യ ജീവിതം തന്നെ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ ആസ് പേരൻസ് നമുക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ? പേരൻ്റായിട്ട് ആദ്യമായിട്ടാണ് എല്ലാ പേരൻസും പേരൻസ് ആവുന്നത്. അപ്പം ആദ്യത്തെ കുട്ടികളിൽ 2ാമത്തെ കുട്ടികളിലും ഒക്കെ നമുക്ക് ആദ്യത്തെ കുട്ടികളിലുള്ള എക്സ്പീരിയൻസ് 2ാമത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യം ആ കുട്ടിയെ വ്യത്യാസമായിരിക്കും. ഓരോ ക്യാരക്ടറും വ്യത്യാസം. അതേപോലെ
ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് സ്നേഹയിൽ നിന്നും ഞങ്ങൾ ജീവിച്ച് മുമ്പോട്ട് പോയ പല കാര്യങ്ങളിൽ നിന്നും പഠിച്ചതും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും സ്നേഹയ്ക്ക് കുറേയും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റി കുറേയും കൂടെ ബോധമുണ്ടായിരുന്നു. അതായത് ഷീ ഈസ് ആക്ച്വലി എ പീപ്പിൾ പേഴ്സൺ ആൻഡ് ഷീ ഈസ് ലവ്ലി വിത്ത് പീപ്പിൾ ആൻഡ് വെദർ ഇറ്റ്സ് ഇൻ ഓഫീസ് ഓർ ഈവൻ ബിഫോർ. ഞാൻ ഒരിക്കലും ഞാൻ എക്സ്ട്രീംലി ഓക്വേർഡ്, ഇൻട്രോവേർഡ്, ഷൈ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സോ ഐ ട്രൈ ടു അവോയ്ഡ് യുനോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ പോകാറില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കിയതും സ്നേഹയിൽ നിന്നും സ്നേഹയുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഫോർ റിയലി ലോങ് ടൈം, ആസ് യു സെഡ്, ജസ്റ്റ് ഇറ്റ്സ് പേരൻസ്, 3 children, then there's a company, there's people, heavy duty production work. Yes. So much going on in our life. I think what worked is obviously എല്ലാ കപ്പിളിനെ പോലെയും എല്ലാ ആൾക്കാരെ പോലെ ഞങ്ങളുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ടാവും. ഈ പറയുന്ന ചില സമയങ്ങളുണ്ടല്ലോ, 3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 3 വർഷം അല്ലെങ്കിൽ 7 വർഷം എന്ന് പറയുന്ന ആ സമയത്ത് വളരെ വല്ലാത്ത പ്രശ്നങ്ങളിൽ കൂടെ പോവും. ഇതൊക്കെ ഞങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള വളരെ പെറ്റിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുട്ടിത്തം നിറഞ്ഞ ധാരാളം തെറ്റുകളും ശരികളും ഒക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇതുവഴിയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്തെ ബിഹേവിയറും ആ സമയത്ത് എനിക്ക് ചില പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്നെ കുറേയും കൂടെ വളർത്തി എൻ്റെ ചിന്തകളെ. അതായത് അത് അതേപോലെ തന്നെ പെറ്റിയായിട്ട് തിരിച്ച് ബിഹേവ് ചെയ്തതിന് പകരം കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ടുള്ള, എന്നാൽ അതെന്നെ എഫക്റ്റ് ചെയ്യാതെ, ഐ തിങ്ക് യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്, ജസ്റ്റ് ഗോ ട്രാവൽ ടു എ ഫേവറേറ്റ് പ്ലേസ് ആൻഡ് കം ബാക്ക്. അല്ലെങ്കിൽ വാട്ട് എവർ യു വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് സം ഫ്രണ്ട് ആൻഡ് ഡു ദാറ്റ് ആൻഡ് കം ബാക്ക് ആൻഡ് ജസ്റ്റ് ലെറ്റ്സ് റിഫ്രഷ് ആൻഡ് സിറ്റ് ആൻഡ് ടോക്ക് എന്ന് പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി, അടുത്തൊരു സാഹചര്യം വരുമ്പോൾ തിരിച്ച് ഇതേപോലെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ പെറ്റിയായിട്ട് കുറേ ബഹളം വയ്ക്കുകയും ഷൗട്ട് ചെയ്യുകയോ എന്നുള്ള കാര്യം, യു ക്യാൻ ബിഹേവ് ഓർ യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ ഇഫ് പോസിബിൾ. അപ്പം ഈ പ്രോസസ്സിൽ നടന്നിരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വലിയൊരു വാസ്തവം. ഇത് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാവുന്ന കാര്യം. നമ്മളെന്താ ഇങ്ങനെ ചെയ്യുന്നല്ല, ഓരോ വ്യക്തിയും അവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്ത് സ്നേഹ എന്നിൽ കണ്ട കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും. എല്ലാ മനുഷ്യരെ പോലെയും എനിക്കും ധാരാളം നെഗറ്റീവ്സ് ഉണ്ട്, ധാരാളം ഫ്ലോസ് ഉണ്ട്. യു ആർ നോട്ട് പെർഫെക്റ്റ് ആറ്റ് ഓൾ. സോ മെനി. ഈവൻ ടുഡേ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ലൈക്ക് ദാറ്റ്. ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും തെറ്റ് ശരിയല്ല, ഫ്ലോസ് ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്, എനിക്കുണ്ട് സ്പെസിഫിക്കലി. ഐ തിങ്ക് ഷീ ഈസ് ഫോക്കസിങ് ഓൺലി the good side of me, and I can feel that many a time when I do it, and the kind of appreciation or as a human, definitely not connected to work, your talent as a human being, എൻ്റെ പോസിറ്റീവ്സ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹനെ പറ്റി എനിക്ക് വളരെ മുമ്പേ ആ പോസിറ്റീവ്സ് അറിയാവുന്നുണ്ട്. ഐ ഓൾവേസ് ലുക്ക് അപ്പ് ടു ദാറ്റ് ആൻഡ് ഐ ട്രൈ ടു ഇംപ്ലിമെൻറ്റ് സംടൈംസ്. എനിക്ക് തോന്നുന്ന ആ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, just looking at the positive of another person and giving that space to come out of your flaws and whatever, just you figure it out by yourself എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്ത്. അല്ലെങ്കിൽ ഒരു ഫേം ലൈക്ക് നിർവാണ ഫിലിംസ്, ഇറ്റ്സ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊഡക്ഷൻ, അതിൻ്റെ തന്നെ സ്ട്രെസ് ലെവൽസ് കൂടുതലാണ്. യു ക്യാൻ ടേക്ക് ദാറ്റ് ഓൾ ദാറ്റ് സ്ട്രെസ് ബാക്ക് ഹോം. ആൻഡ് ഇതൊക്കെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങൾ വഷളായി കഴിയുമ്പോൾ രണ്ടുപേര് തമ്മിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രശ്നം മറന്നു പോകും. എവിടെയാണ് ഇത് തുടങ്ങിയെന്നുള്ള വളരെ ചെറിയ കാര്യമായിരിക്കും, വളരെ ചെറിയ കാര്യത്തിലൊക്കെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ 1 മാസം കഴിയുമ്പോൾ ഇതിലോട്ട് ആഡ് ഓൺ ചെയ്ത് വന്നിരിക്കുന്ന ഈഗോ ഷിഫ്റ്റ്, വെദർ ഇറ്റ്സ് യു ഓർ മീ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പ്രശ്നം മറന്നിട്ട് ഭയങ്കര കോംപ്ലക്സ്ഡായി പോകുന്ന അവസ്ഥകളിലാണ് വഷളാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി അതിലോട്ട് കയറി വരിക, പ്രൊഫഷണൽസ് കയറി വരിക, എന്നിട്ട് അവരെല്ലാം കൂടി ഒരു ബഹളം. ഇതിൻ്റെ അകത്ത് കുറേ പേര് അവർക്ക് ഗെയിൻ ചെയ്യേണ്ടത് ഗെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സിൽ കൂടെ പോകുന്നത്. So you directly address the issue with each other then and there. Is that what is the basic level of addressing a conflict? എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല തന്നെയാണ്. കാര്യം എൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ്. കാര്യം ചില സമയത്ത് ഞങ്ങൾ തമ്മിൽ ധാരാളം സൈലൻസസ് ഉണ്ട്. ഐ തിങ്ക് ഞങ്ങൾ തമ്മിലുള്ള
ഒരു റിലേഷൻഷിപ്പിൽ ഐ തിങ്ക് ഓപ്പണായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന ആൾ സ്നേഹമാണ്. എന്നെ സംബന്ധിച്ച് ടെൽ മീ വാട്ട് എക്സാക്ട്ലി ദ പ്രോബ്ലം ഇസ്. ഇപ്പം എനിക്ക് അച്ഛൻ്റെ ചില സംഭവങ്ങൾ എൻ്റെ ജീനിലുള്ളതുകൊണ്ട് അത് പറയില്ല. ഇപ്പം വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അനാവശ്യമായിട്ട് പറഞ്ഞു, എന്നെ ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞെങ്കിൽ അത് ഞാൻ പറയില്ല. അതിൻ്റെ വിഷമം ഞാൻ 3 ദിവസം മിണ്ടാണ്ടിരിക്കും. മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ 1/2 മണിക്കൂർ വണ്ടിക്കകത്ത് ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. ആൻഡ് ആഫ്റ്റർ പോയിന്റ് ഷീ നോസ് ദാറ്റ് ഐ എം അപ്സെറ്റ് ബട്ട് നോ ക്ലൂ വാട്ട് ഇറ്റ് ഇസ്. അപ്പം ഞാൻ ചിലപ്പോൾ പറയും. അപ്പോൾ എപ്പോഴും ഞാൻ പറയണമെന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ എന്നെയും കൂടെ ഹാൻഡിൽ ചെയ്യണം എൻ്റെ ഇടയിൽ. ഞാൻ അങ്ങനെ അല്ല. ബട്ട് ഷീ വിൽ വെരി ഓപ്പൺ ആൻഡ് ഷീ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് മെനി എ ടൈംസ് ഐ തിങ്ക് ഇത് മുമ്പോട്ട് പോകാനുള്ള കാര്യം ഐ തിങ്ക് ഹൗ ഷീ puts things together and keep it open and have a conversation and അതൊക്കെ കൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു ക്വാളിറ്റി ഇൻ മീ ഈസ് എനിക്ക് ധാരാളം ക്ഷമിക്കാനുള്ള ഒരു അതായത് എനിക്ക് 3-4 ദിവസമൊക്കെ മിണ്ടാണ്ടിരുന്നത് ഞാനങ്ങോട്ട് മറന്നു പോകും. എന്നിട്ട് ഐ വിൽ ബി നോർമൽ. മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് രീതിയൊന്നുമല്ല, എനിക്ക് എൻ്റെ സ്പേസ് വേണം. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കാനാണ് എനിക്കപ്പം താല്പര്യം. മാളത്തിൽ കയറും. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ. നമ്മുടെ ജനറലി ഒരു വീട്ടിലെ ജോയ് പോയില്ലേ, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ സിസ്റ്റം എന്നെ അനുവദിക്കില്ല. ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയണമെന്നില്ല. വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് യുവർ പേരൻറ്റിങ് ദാറ്റ് വളർന്നു വന്ന സാഹചര്യത്തിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, പകരം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു തിരിച്ചറിവുണ്ടാവുമല്ലോ നമ്മൾ ഒരു പ്രായത്തിലെത്തും. അതെന്താണ് കാര്യം? ആസ് എ പേരൻറ്റ് വാട്ട് ഹാവ് യു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ഇതേപോലെ ടഫായിട്ടുള്ള പേരൻറ്റിങ്. അതെ, ഭയങ്കര ടഫായിട്ടുള്ള പേരൻറ്റിംഗ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ചില ഡിസിഷൻസ് ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അഗൈൻ ഫസ്റ്റ് ടൈം അല്ലേ പേരൻറ്റിങ്. നമ്മളിങ്ങനെ ഒരു 10-15 പേരൻസ് ആയി വന്നൊന്നും അല്ലല്ലോ. പക്ഷെ ആ സമയത്തും ചില ഡിസിഷൻസ് എടുത്ത കാര്യങ്ങൾ, കുട്ടികൾ വളരെ ക്ലെവറാണ്, അവർ ഭയങ്കര സ്മാർട്ടാണ്, ഷാർപ്പാണ്. അത് 2 വയസ്സിലും 3 വയസ്സിലും ഒക്കെ പ്രകടമാകും. അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ ഗെയിം കളിക്കും. അപ്പോൾ അമ്മ ഒരു കാര്യം സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ ചില സമയത്ത് അമ്മയെടുത്ത് പറയണ്ട കേട്ടോ, നീ ചെയ്തോ എന്ന് പറയും. അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബോധമുണ്ടായിരുന്നു. ചില സമയത്ത് പേരൻസ് വാട്ട് ദേ ട്രൈ ടു ഡു, ഇതൊന്നും തെറ്റോ ശരിയൊന്നും എനിക്കറിയില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ കുട്ടികളും വ്യത്യാസമാണ്, കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ വ്യത്യാസമാണ്. അതേപോലെ ഓരോ കുഞ്ഞും, അപ്പം അവരെ ഡീൽ ചെയ്യുന്നതിനൊന്നും ഒരു തിയറിയില്ല, ഒരു സ്പെസിഫിക് ആയിട്ട് തിയറി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഈ പറയുന്ന സമയത്ത് അമ്മ എന്താണ് പറഞ്ഞത്, അങ്ങനെയാണ് അമ്മയുടെ സമ്മതം വാങ്ങിച്ചിട്ട് വരൂ, എന്നിട്ട് അച്ഛൻ സമ്മതിക്കാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ അമ്മയും അത് തന്നെ പറയും. ബീയിങ് ഓൺ ദ സെയിം പേജ്. കാര്യം അവർ കളിക്കും. അപ്പം നമ്മൾ അവിടെ പറ്റിയായിട്ട് അമ്മേനെ ഒന്ന് കുറച്ച് താഴ്ത്തി പറഞ്ഞ് നമുക്ക് ഇത് സാധിച്ചു കഴിയുമ്പോൾ അവരുടെ സ്നേഹം നമുക്ക് കിട്ടും എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ല. അവരിത് മുതലെടുക്കും. And that gets into a really, because now if you look at it, our kids look up to us, saying that they are like together. You can't break them with anything. ഒന്ന് പോയി ഇത് പറഞ്ഞ് ഒരാളെ പറ്റില്ല. അവർ ഒരുമിച്ച് ഒരു ഡെസിഷൻ എടുക്കുള്ളൂ. അവർ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ട് ഇതിനെപ്പറ്റി, നമ്മളെപ്പറ്റി അവർക്കറിയാം എന്ന് പറയുന്ന ഇന്ന് അവർക്ക് പ്രായപൂർത്തിയായപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. That's so beautiful. You know, ഒരു സ്മോൾ ടൗൺ ബോയ് ഫ്രം ആലപ്പുഴ SD കോളേജിൽ പഠിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തുക, where you're working with the global icons, ഏറ്റവും വലിയ ബ്രാൻഡ്സ് ആയിട്ട്. ഇപ്പം മണിമുള്ള രാജ സാറ് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കണം, 5 കോടിക്ക് കീഴെ ബഡ്ജറ്റ് അതെടുക്കാറില്ല എന്ന് നമുക്ക് കണ്ണടച്ചിരിക്കണം. അങ്ങനത്തെയൊക്കെ ഒരു ലംബോർഗിനിയുടെ കഥയൊക്കെ ഞാൻ കേട്ടു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ലെവലിൽ എത്തുമ്പോൾ എപ്പോഴെങ്കിലും ഹാവ് യു എവർ ഫെൽറ്റ് ഇൻറ്റിമിനേറ്റഡ്, ഓർ ഹൗ ഡു യു നാവിഗേറ്റ് ത്രൂ ദീസ് തിങ്സ്? കാരണം ആ ഒരു യു നോട്ട് ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ, യു ബിൽഡ് ദിസ്. അപ്പോൾ വാട്ട് വർക്ക്ഡ് ഫോർ യു? ഒരു SRK പോലെ ഒരു വ്യക്തിയോട് വർക്ക് ചെയ്യാൻ വാട്ട് വർക്ക്സ് ഫോർ യു? ഞാൻ എന്തിനാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഓപ്പൺ ആയിട്ട് ഇടുന്ന കാര്യം എന്താ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എന്നെ ഒരാൾക്കും എനിക്ക് തോന്നുന്ന തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോണറിൽ പിടിച്ചിടാൻ
അല്ലെങ്കിൽ എന്നെ ആ കാറ്റഗറിയിൽ ഇടാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. ഞാനൊരു പോലീസുകാരൻ എന്ന രീതിയിൽ സിനിമേനെ എൻ്റെ സിനിമയുടെ കാഴ്ചപ്പാട്, അതായത് ജോർജിൻ്റെ കാഴ്ചപ്പാടിൽ ചില ഡയലോഗുകളൊക്കെ ഉണ്ട് അതിൻ്റെ അത്. ഐ സെഡ് വാട്ട് എ ഫെൻറ്റാസ്റ്റിക് വേ ഓഫ് മേക്കിംഗ് ഫിലിം. ഓഫ് കോഴ്സ് യു ആർ ദ വൺ ഹു, നിങ്ങളുടെയാണ് സിനിമ, നിങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ. അവനെയൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയും, നമ്മുടെ ശ്യാം പുഷ്കരൻ ഒന്നും പറയില്ല. ഇപ്പോൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം വന്നാൽ ഞാൻ ഒരു ടെക്സ്റ്റ് അയക്കുള്ളൂ, ഡിപ്രസ്ഡ്, ഞാൻ ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞാൽ ശ്യാമിന് മനസ്സിലാവും.